സമ്പത്തുണ്ടാക്കിക്കോളൂ. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. നാം ഉണ്ടാക്കുന്ന പണം, സമ്പത്ത് നൈതികത ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അത് നമ്മെ കൊണ്ടേ പോകൂ. വലിയ സമ്പന്നരെ നമുക്കറിയാം, പക്ഷെ അവർക്ക് വല്ലാത്ത ദുഃഖവും സ്വകാര്യമായി കൂടെയുണ്ട്. ഞാൻ ഓരോരുത്തരെയായി എനിക്ക് ഒരുപാട് വലിയ മുതലാളിമാരെ അറിയാം, പക്ഷെ അവരുടെ സ്വകാര്യ ദുഃഖങ്ങളും അറിയാം. അത് ചാനലിലൂടെ പറയുന്നത് ശരിയല്ല. വ്യക്തിപരമായി നല്ല സമ്പന്നനാണ്, പക്ഷെ മധുരം കഴിക്കാൻ കഴിയുന്നില്ല. വലിയ സമ്പന്നനാണ്, പക്ഷെ ബിപിയും കൊളസ്ട്രോളും അസുഖങ്ങൾ കാരണം കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ സമ്പത്തുണ്ടാക്കിക്കോളൂ. സമ്പത്തുണ്ടാക്കുമ്പോൾ ഒരു നൈതികത കൂടി ജീവിതത്തിൽ കൊണ്ടുപോയിക്കോളൂ. ഈ നൈതികതയാണ് നമുക്ക് അവസാനം നമ്മോടൊപ്പം ഉണ്ടാവുക. എല്ലാ സമ്പത്തും നമ്മെ വിട്ടുപോകുമ്പോഴും നാം എല്ലാറ്റിനും വില പറഞ്ഞ് ഒരു ദിവസം നിശബ്ദമായി ഇവിടെ നിന്ന് വിട പറയുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ഈ നൈതികത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാം ഉപേക്ഷിച്ചിട്ട് പോകുന്നതും ഈ നൈതികതയാകണം. അത് മനുഷ്യർക്ക് പാഠം കൊടുക്കുന്നതാകണം. പിൻതലമുറക്കാർ പറയണം, എത്ര വലിയ സമ്പന്നനായിരുന്നു, അതുപോലെ വലിയ നൈതികതയുള്ള വലിയ മനുഷ്യനും കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സമ്പന്നരാകാം. ലക്ഷ്മി ദേവിയൊക്കെ ഉണ്ട്, സമ്പത്തിൻ്റെ ദേവിയൊക്കെ ഉണ്ട്, പൂജയൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യാം. നമുക്ക് ഏത് തരത്തിലും സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷേ ആ ഏത് തരത്തിൽ എന്നുള്ളതിൽ ഒരു നൈതികത വെച്ചുകൊണ്ട് വേണം സമ്പത്തുണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, തലമുറകൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയ എല്ലാ പർവ്വതങ്ങളും ചീട്ടുകൊട്ടാരം പോലെ, കടൽ തീരത്തുണ്ടാക്കുന്ന മണൽക്കൂനകൾ കൊണ്ടുണ്ടാക്കുന്ന മനോഹരമായ കെട്ടിടങ്ങൾ പോലെ അടുത്ത തിര വന്ന് അതിനെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നൈതികത എന്ന വാക്ക് സമ്പത്തിനോടൊപ്പം ചേർത്ത് വെച്ചോളൂ. ജീവിതത്തിൽ നൈതികതയുടെ പാഠങ്ങൾ അറിഞ്ഞുകൊണ്ട് സമ്പത്തുണ്ടാക്കുമ്പോൾ ആ സമ്പത്തിന് ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. ആ നൈതികതയാണ് മനുഷ്യർക്ക് എല്ലാ കാലവും നിലനിൽക്കുവാൻ കരുത്തേകുന്നത്, പിൻബലമാകുന്നത്. അത് കാണാൻ കഴിയുന്നതല്ല, സമ്പാദിച്ചു വെക്കാൻ കഴിയുന്നതല്ല, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ രൂപപ്പെടേണ്ടതാണ്. അങ്ങനെ രൂപപ്പെടുന്ന നൈതികതയിലാണ് മനുഷ്യൻ്റെ മാനവികത പുറത്തു വരുന്നത്.